അങ്ങനെ വയനാടിന്റെ അതിർത്തി വിട്ട് വടകര മണ്ഡലത്തിലോട്ട് കടന്നിരിക്കുകയാണ്. അതെ, കെ ശൈലജ ടീച്ചർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വടകര മണ്ഡലം. വടകര മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു സിസ്റ്റർ ലിനിയുടെ ഓർമ്മകൾ തന്നെയാണല്ലേ? അതെ അതെ, ലിനിയെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് വടകര തുടങ്ങാൻ തോന്നുന്നു. തീർച്ചയായും. അത് മാത്രമല്ല, നിപ്പ കാലത്തും ഒക്കെ ശൈലജ ടീച്ചർ വലിയ രീതിയിലുള്ള പ്രവർത്തനം ജനങ്ങൾക്കൊപ്പം നിന്ന് നടത്തിയ ഒരു സ്ഥലം കൂടി, പ്രദേശം ഉൾപ്പെടുന്ന മണ്ഡലമാണ് വടകര. അവിടെ ടീച്ചർ മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് രംഗം എന്നുള്ളത്, മാത്രമല്ല ഇവിടുത്തെ ഈ ഒരു രാഷ്ട്രീയ ചിത്രം, വടകരയുടെ രാഷ്ട്രീയ ചിത്രം നമ്മൾ കണ്ടതാണ്. ഒരു സ്ഥാനാർത്ഥി, UDF-ന്റെ ഒരു സ്ഥാനാർത്ഥി വരുന്നു, പിന്നീട് ആ സ്ഥാനാർത്ഥിയെ മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ചുവരെഴുത്തുകൾ മാറ്റി എഴുതേണ്ടി വരുന്നു, പാലക്കാട് നിന്ന് ആളെ ഇറക്കുന്നു, അങ്ങനെ ഒരുപാട് കാഴ്ചകളുള്ള രാഷ്ട്രീയ ചിത്രം. അതെ, എങ്ങനെയാണ് വടകര ചിന്തിക്കുന്നതെന്ന് കാണാം. വടകരയിൽ വരുമ്പോൾ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ലിനിയുടെ വീട്ടിൽ വരണമെന്ന്. അതെ, നമ്മളങ്ങനെ ഇവിടത്തേക്കാണ് ആദ്യം എത്തുന്നത്. അമ്മ ഉണ്ടാവും ഇവിടെ. അമ്മ നമസ്കാരം. എങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ്. ഞങ്ങളാണെങ്കിലേ ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വടകര മണ്ഡലത്തിലാണ്. അപ്പൊ ഇവിടെ നിന്നല്ലാതെ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നായിരുന്നു നമ്മുടെ ഒരു സംശയം. അതിലപ്പുറം ഒരു സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലെ, ശൈലജ ടീച്ചർ കൂടി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ. ടീച്ചർ വന്നായിരുന്നോ? ഓ, ടീച്ചർ വന്ന് കുറച്ച് നേരം, അത്രയല്ലേ ടീച്ചർക്ക് സമയമുള്ളൂ. ആ സമയത്തിന് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് നേരെ വർത്താനമൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ടീച്ചർ ഈ വീട്ടിൽ വരുന്നതും ഈ മേഖലയിൽ വരുന്നതും അങ്ങനെ ഒരു വിസിറ്റർ ആയിട്ടല്ല. ടീച്ചർ ഈ നാട്ടുകാരിയാണ്, ഈ വീട്ടുകാരിയാണ് എന്നും പറയാം ടീച്ചർ അല്ലേ? ഞങ്ങൾക്ക് എല്ലാം ഒരു, എനിക്ക് എന്താ പറയാ, എൻ്റെ ഒരു അമ്മേൻ്റെ സ്ഥാനം. ടീച്ചറമ്മ, ഞങ്ങൾ ടീച്ചറമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പക്ഷെ മക്കളാണെങ്കിലും മക്കൾക്ക് ടീച്ചറമ്മ എന്ന് പറയുന്നത് ഭയങ്കര പോലെ എന്താ പറയുക, ഓരിക്കെല്ലാം ടീച്ചറമ്മയാണ്. ഓല ചെറുപ്പത്തിലെ ടീച്ചർ എടുത്തും ഓല എപ്പോഴും ടീച്ചറെ കണ്ടുകൊണ്ടും സംസാരിച്ചുകൊണ്ടും എല്ലാം നിന്നതല്ലേ. അമ്മ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ വാർത്തകൾ വന്നു തുടങ്ങുമ്പോൾ ടീച്ചറാണ് ഇവിടെ മത്സരിക്കുന്നതെന്ന് വാർത്ത വരുന്നുണ്ടല്ലോ, അപ്പൊ അതറിയുന്നു. ആ സമയത്ത് അമ്മക്ക് തോന്നിയെന്തായിരുന്നു? എനിക്ക് ആ സമയത്ത് തോന്നി എന്താണെന്ന് വെച്ചാൽ, ടീച്ചർ ഇവിടുന്ന് പോയിട്ട് നിഫേൻ്റെ സമയത്ത് എല്ലാ കാര്യത്തിനും ഇവിടെ ഞങ്ങളെ സമാധാനിപ്പിക്കാനും എല്ലാത്തിനും ഒരു കോള് വരുമ്പോൾ ടീച്ചർ അമ്മേൻ്റെതാണെന്ന് പറയുന്നതും ഒക്കെ വിചാരിക്കുമ്പോൾ ഇപ്പോൾ ആ വാർത്ത ഇവിടെ കേട്ടപ്പോൾ എനിക്ക് അതിലേറെ സന്തോഷം ഒന്നും ഉണ്ടായിരുന്നില്ല. വലിയേറെ സന്തോഷമായിരുന്നു. ടീച്ചർ ജയിക്കുന്നതിൽ ഒരു വിഷമം ആയിരിക്കും തോന്നണ്ട. അമ്മ, ഞങ്ങളിവിടെ വന്നപ്പോഴേ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചറെ കുറിച്ച് ഇവർ ഭയങ്കര മോശമായ രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഇവരിങ്ങനെ പ്രചരിപ്പിക്കുന്ന ടീച്ചറെ കുറിച്ച് വളരെ മോശമായിട്ട്. അമ്മ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്താ അങ്ങനെയുള്ളവരോടൊക്കെ പറയുന്നത്? അതിനൊക്കെ നമുക്ക് എന്താ സമാധാനം പറയുക? നമുക്ക് വിചാരിച്ചാൽ നമ്മളോട് കഴിഞ്ഞ കാലം മറന്നു പോകുന്നതിൻ്റെ ഒരു എനിക്ക് മനസ്സിലാവും. ഒരിക്കലും ആ ദുരിതകാലത്തെ മറക്കരുത്. അത് മറക്കുന്നതിൻ്റെ ഒരു ഇതായിട്ടാണ് ആ പറയുന്നതിൻ്റെ എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഞാനിപ്പോൾ എന്താ പറയുക എന്ന് വെച്ചാൽ, ആ നിഫയ്ക്കും കോഡ് വന്ന സമയത്തും ഒക്കെ ടീച്ചർ ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടും ആരോഗ്യ വകുപ്പിൻ്റെ ആ രീതിയല്ല. അങ്ങനെ വെച്ചാൽ സ്വന്തം ഒരു വീട്ടിലെന്താ നടക്കുന്നത്, ഒരു കൂടപ്പുറപ്പിന് എന്തെന്നാ എന്നുള്ള ഒരു രീതിയിലായിരിക്കില്ലേ, രീതിയിലല്ലേ ടീച്ചർ സംസാരിച്ചത് ചെയ്തത്. പക്ഷെ പിന്നെ ഇപ്പം ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ ഇടുന്നതെന്ന് പറയുന്നത് നമുക്കതിപ്പോൾ സഹിക്കാൻ പറ്റൂല. നമുക്ക് അത് എന്താ പറയാന്ന് വെച്ചാൽ ഒരു കാലത്ത് അങ്ങനെ ഒന്നും കേൾക്കാനോ. ടീച്ചർ മത്സരിക്കുക, ഇപ്പോൾ പ്രചാരണമൊക്കെ നല്ല രീതിയിൽ മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുകയാണ്. ഈ ഒരു പ്രദേശത്തും നാട്ടിലും ഒക്കെ ആളുകൾ എങ്ങനെയാണ്? അമ്മ പറഞ്ഞു കഴിഞ്ഞു ടീച്ചർ അല്ലാതെ മറ്റാരും ജയിക്കില്ല എന്നിവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പുറത്തു നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയാണ് അമ്മ കേൾക്കുന്നതൊക്കെ? ഇപ്പം എന്നോട് എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ടീച്ചറമ്മ ജയിക്കൂ. പിന്നെ ഞാൻ പറയൂ, എനക്കറിയുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയൂ, നമുക്ക് ടീച്ചറമ്മ അല്ലാണ്ട് ഇവിടെ ആരാ ജയിക്കേണ്ടത്? ഇപ്പോഴേ എൻ്റെ മനസ്സിലും ഞാളെ ഈ പ്രദേശത്തും ടീച്ചർ ജയിച്ചു കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പം വോട്ട് ചെയ്യേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. ആ ദിവസത്തിനോട് കാത്തിരിക്കാനല്ലേ? ആ ദിവസത്തിന് ടീച്ചറോടുള്ള സ്നേഹം അങ്ങനെ കാണിക്കാൻ വേണ്ടി കാത്തിരിക്കുക. ഓ, ടീച്ചറോടുള്ള സ്നേഹം ഞാൻ മരിക്കുന്നവരെ. എനിക്ക് ഇപ്പോൾ എൻ്റെ ഒരു മോള് എനിക്ക് നഷ്ടമായി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു
സംഭവമാണ്. ഞാൻ പറയേണ്ട പ്രത്യേകം ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് എനിക്ക് നമ്മളുള്ള കാലത്തോളം നമ്മളത് മറക്കും. ആ നഷ്ടമൊക്കെ ഉള്ളപ്പോഴും മനു ഒരുപക്ഷെ ഇത് ചെറിയതാണ്, കേരളത്തിന്റെയും ലോകത്തിന്റെ ആകെ സ്നേഹം അല്ലേ, അതല്ല ഇവിടുത്തെ അതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപക്ഷെ നമ്മൾ കയറി വരുമ്പോൾ കണ്ടത് നമ്മുടെ ചെയർമാൻ ശ്രീ മമ്മൂട്ടിയുടെ പുരസ്കാരം ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിന്റെ സ്നേഹം, ആ സ്നേഹം ഇപ്പോഴും ഈ അമ്മയ്ക്കും കുടുംബത്തിനും ലിനി സിസ്റ്ററുടെ മക്കൾക്കും ഒക്കെ അവരുടെ ഒപ്പം ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിവിടെ വന്ന ആളുകളൊക്കെ ലിനി സിസ്റ്ററുടെ വീട് എന്ന് പറഞ്ഞ് വഴി ചോദിക്കുമ്പോൾ അവരൊക്കെ ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് അവര് സ്നേഹം നല്ല ഇതായി. ഇവിടെ എല്ലാവർക്കും ലോകം മുഴുവൻ അവളെ ഭയങ്കര ആയിട്ടല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ടീച്ചർ അമ്മേന്റെ കാര്യത്തിൽ ഒരു വിഷമവും ഒരു സംശയവും ഇല്ല. അത് വിചാരിച്ചാല് നമ്മളിട്ട് ആരും സംശയപ്പെടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല് ജയിക്കും എന്നുള്ള ഉറപ്പാണ്. അത് ജയി മാത്രമല്ല, എല്ലാ ഭൂരിപക്ഷത്തോടും അതാണ് ഓർക്കുന്നത്. എത്ര ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളത് ഇത് മാത്രമേ നമ്മൾ ഓർക്കണ്ടു എന്നാ എൻ്റെ മനസ്സും പറയുന്നത്, എൻ്റെ പ്രാർത്ഥനയും. ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്തും ഇങ്ങനൊരു പ്രതിസന്ധി ഈ കുടുംബത്തിൽ വരുന്ന സമയത്തും ഒക്കെ ടീച്ചർ എത്രത്തോളം നിങ്ങളോട് അടുത്ത് ഇടപഴകിയിട്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ ഈ സമയത്ത്? മറക്കില്ല നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു. അത് വെച്ചാൽ ടീച്ചർമാന്ന് വെച്ചാൽ അന്ന് അവള് മെഡിക്കൽ കോളേജിലുള്ളപ്പോൾ ടീച്ചർ അവിടെ ആരോഗ്യവകുപ്പിലെ മന്ത്രിയായിരുന്നു. അന്ന് ടീച്ചറോടല്ലേ എല്ലാവരും ആദ്യം തന്നെ വിവരം അറിയിച്ചപ്പം തന്നെ ടീച്ചർ അവളെ മെഡിക്കൽ കോളേജിൽ വേറെ ഹോസ്പിറ്റലായിരുന്നു, ഇക്ര എന്ന് പറയുന്ന ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് ടീച്ചർ പറഞ്ഞു പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ചെന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളും ടീച്ചർ അവർക്ക് വേണ്ടിയിട്ട് പരമാവധി എല്ലാം ചെയ്ത് എന്നുവെച്ചാൽ പിന്നെ ദൈവത്തിനൊരു നിശ്ചയില്ലേ, അതുകൊണ്ട് മാത്രം അങ്ങനെ സംഭവിച്ചെന്നാണ് ഞാൻ പറയുന്നത്. നോക്കായ്മയോ അല്ലെങ്കിൽ ശ്രദ്ധ വിടാഞ്ഞോ ഒന്നും കൊണ്ടുമല്ല. പിന്നെ എല്ലാ ശ്രദ്ധയും ടീച്ചർ അവൾക്ക് നല്ല രീതിയിൽ തന്നെ. പിന്നെ അത് കഴിഞ്ഞേ പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ വേണ്ടിയിട്ടും ഈ പ്രദേശത്ത് ആർക്കും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുമെന്നും ആർക്ക് പോലും ഒരാൾക്കൊരു ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം അല്ലേ അമ്മയെ കാണാൻ പറ്റിയത്? ഒരുപാട് സന്തോഷം. അമ്മയുടെ മോളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്നെ നിങ്ങളെല്ലാവരും പെങ്ങന്മാരും നിങ്ങളെല്ലാവരും പെങ്ങളാ. ഒന്നും പറയാനില്ല. ഒരുപാട് സന്തോഷം അമ്മയെ കണ്ടതിൽ. അപ്പം ഞങ്ങൾ ടീച്ചറെ കാണുമ്പോൾ അമ്മയെ കണ്ട കാര്യം ഉറപ്പായിട്ടും പറയും. ഇവിടെ വന്നിരുന്നു ടീച്ചറൊക്കെ അറിയാം. ഇവിടെ ടീച്ചർ മിഞ്ഞാന്ന് വന്ന് പോയപ്പോ നമുക്ക് പോകണം. പക്ഷെ ഒരു കാര്യം പറഞ്ഞു തന്നെ നമ്മൾ ഇവിടുന്ന് പോകണം. ഇത് തന്നെയാണ് വടകര മണ്ഡലത്തിലെ ഉറപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായും ഇതുപോലുള്ള മനുഷ്യരാണ്. അതെ, ഇങ്ങനെ ഒരുപാട് മനുഷ്യർ ടീച്ചർ ജയിച്ചു എന്ന് ഉറപ്പിച്ചു കഴിയുന്ന ആളുകളുണ്ട്. ടീച്ചറുടെ ജയത്തിന് വടകരയിൽ ഇറങ്ങിയപ്പോൾ വോട്ട് ചെയ്യുന്നതിന് മുൻപേ ടീച്ചർ ജയിച്ചു എന്ന് ഉറപ്പിച്ചു പറയുന്നു. അതെ, അങ്ങനെ ഒരു സൂചന ലഭിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ വോട്ട് ഓൺ വീൽസ് യാത്ര ഇന്ന് വടകര മണ്ഡലത്തിൽ തുടങ്ങുന്നത്. അപ്പൊ അമ്മ ഒരുപാട് സന്തോഷം കണ്ടതിൽ. സുഖമായിരിക്കട്ടെ. തൂക്കുകയർ വരിഞ്ഞു മുറുക്കി കണ്ടനാളം ഇടറുമ്പോഴും ജന്മി നാടുവാഴിത്തത്തെയും സാമ്രാജ്യത്തെയും ഈ കണ്ണൂർ ജില്ലയിലെ ചില തൊഴിൽ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും ഈ ബീഡി തെറുപ്പ്, അതുപോലെ തന്നെ കൈത്തറി, ഇങ്ങനെയുള്ള തൊഴിൽശാലകളിലെ ഒരു പതിവ് കാഴ്ചയാണ്. അവർ ജോലി തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ പത്രം വായിച്ച ആളുകളെ ആ കാര്യങ്ങൾ കൂടെ ജോലി ചെയ്യുന്നവരെ വായിച്ച് കേൾപ്പിക്കുക, അങ്ങനെ രീതിയുണ്ട്. അവർ പ്രവർത്തിച്ചത് വലിയൊരു രാഷ്ട്രീയ ബോധ്യം ആളുകളിലേക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. നമുക്ക് ബാക്കി എല്ലാവരും ജോലി ചെയ്യുമ്പോൾ ആ ജോലി തിരക്കിനിടയിൽ അവർ ഇന്നത്തെ വാർത്തകളെ കുറിച്ച് വിട്ടുപോകാതിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് കർഷക ചേച്ചി ഓർമുഖങ്ങളെ ത്രസിപ്പിക്കുന്ന ഒരു നിമിഷം, ഞങ്ങളിങ്ങനെ കേൾക്കുകയായിരുന്നു ചേച്ചി വാർത്ത വായിക്കുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുമോ? എല്ലാ ദിവസവും രാവിലെ 9:30 വായിക്കും, 1 മണിക്കൂർ വായിക്കും. ഇവിടെ ഈ രാഷ്ട്രീയ ബോധ്യം ഇത്ര ശക്തമായി ഈ ഒരു മേഖലയിലൊക്കെ ഉണ്ടായതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ അതിലൊക്കെ കാണാം. നമ്മുടെ പല നേതാക്കളും ഇത്തരത്തിൽ ഈ വാർത്ത വായിച്ചു കൊടുത്തവരും വാർത്ത വായിച്ച് കേട്ടവരും ഒക്കെ ആയിരുന്നു. ആ ഒരു ബോധ്യമാണ് ഈ ഒരു മേഖലയുടേത്. പക്ഷേ മലബാറിന് പുറത്തുള്ളവർക്ക് ഇതൊരു പുതിയ കാഴ്ചയായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഇതൊരു പുതിയ കാഴ്ചയായിരുന്നു നമ്മളിവിടെ വരുമ്പോൾ ഇത് കാണുമ്പോൾ. പക്ഷെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഈങ്ങേൽ പീടിക അല്ലേ? ഈങ്ങേൽ പീടികയിലുള്ള വടകര മണ്ഡലത്തിലാണ്. അതെ, ഈങ്ങേൽ പീടിക വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത്. അതെ, അപ്പോൾ എല്ലാവരും കൊടിയേരി ഈങ്ങേൽ പീടിക. അപ്പോൾ എല്ലാവരും ഇവിടെ ജോലിക്കിടയിൽ തന്നെ നമ്മളോട് സംസാരിക്കും. ചേച്ചി,
എങ്ങനെ പോകുന്നു ഇലക്ഷൻ കാല പ്രവർത്തനങ്ങളൊക്കെ? ഇലക്ഷൻ കാല പ്രവർത്തനമെല്ലാം നല്ല രീതിയിലാണ് പോകുന്നത്. പ്രത്യേകിച്ചിട്ട് വടകര നിയോജക മണ്ഡലത്തിൽ നമ്മുടെ ശൈല ടീച്ചറാണ് ഇവിടെ മത്സരിക്കുന്നത്. പിന്നെ വളരെ ഇതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ടീച്ചർ മുന്നോട്ട് പോവുകയാണ്. ടീച്ചർ ഏത് കാര്യം ടീച്ചർ ഏറ്റെടുത്ത് ടീച്ചർ ഏത് കാലത്തും ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മുടെ ജനങ്ങളോട് വളരെ ഇതായിട്ട് ടീച്ചർ അത്രയും മികവ് കാണിച്ചിട്ടാണ് ടീച്ചർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോക്സഭയിലേക്ക് ടീച്ചർ നല്ല ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ശൈല ടീച്ചർ ജയിച്ചു പോയി കഴിഞ്ഞാൽ അന്ന് ടീച്ചറെ ആ ലോക്സഭയിൽ നിന്നുള്ള ആ ശബ്ദം നമുക്ക് ഉറപ്പാണ് ജയം. 100% ഉറപ്പാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ടീച്ചറെ പോലെയുള്ള ഒരു നേതാവ് ഈ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് പോകേണ്ടതുണ്ട്. ചേച്ചി എത്ര കാലമായി പണി തുടങ്ങിയിട്ട്? ഞാൻ 38 വർഷമായി. 38 വർഷമായിട്ട് ഈ പണി ചെയ്യുന്നുണ്ട്. 40 വർഷം. 40-ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. 10 വർഷം കഴിഞ്ഞാൽ അര സെഞ്ചുറി അടിക്കേണ്ട ആളാ. എങ്ങനെയുണ്ട് ഈ ഒരു ജോലി ഇപ്പൊ ആസ്വദിച്ച്? ഇത്രയും വർഷം ചെയ്ത ഒരാളോട് ആസ്വദിച്ചാണോ ചെയ്യുന്നതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും എങ്ങനെയുണ്ട് ഈ ഒരു ജോലിയുടെ ഒരു അനുഭവം? ജോലി എന്ന് വെച്ചാൽ ഇപ്പം പണി കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് തൊഴിലാളികൾക്ക് വളരെയധികം വിഷമങ്ങൾ സഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഈ ഗവൺമെന്റ് വന്നതിന്റെ ഭാഗമായിട്ട് പിണറായി സർക്കാരിന്റെ ഭാഗമായിട്ട് നമുക്ക് പല ആനുകൂല്യവും തൊഴിലാളികൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ വടകര നിയോജക മണ്ഡലത്തിൽ നിന്ന് ശൈലജ ടീച്ചറാണ് മത്സരിക്കുന്നത്. അപ്പോൾ ടീച്ചർ പാർലമെൻറ്റിലേക്ക് ജയിച്ചു പോകണം. നമ്മൾ തൊഴിലാളികളും മറ്റ് ജനവിഭാഗങ്ങളെയും ആവശ്യമാണ്. ഈ നിലവിൽ ഉണ്ടായിരുന്ന എം പി ഉണ്ടല്ലോ, അവരുടെയൊക്കെ പ്രവർത്തനത്തെ കുറിച്ച് അവരെ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. എം പിനെ ഞങ്ങൾ കണ്ടിട്ടു ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ ഇങ്ങേൽ പിടിയെ വന്നിട്ടില്ല. ഇല്ല, മത്സരിക്കുന്ന സമയത്ത് വരെ ഞങ്ങളെടുത്തു നമ്മൾ കണ്ടിട്ടില്ല. ജയിച്ചിട്ട് പോയിട്ട് ഈ 5 വർഷക്കാലം ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന്റെ തൊട്ട് മുന്നേ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മറ്റോ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഒരു ബോർഡ് കണ്ടിന്യൂ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓൺലൈൻ മുഖേന എല്ലാം നടത്തലെന്നാ പറഞ്ഞത്. ഓൺലൈൻ മുഖേന നമ്മളെന്ത് ഒരു എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വേണ്ടത് ചെയ്യണ്ടേ, പക്ഷെ അത് ചെയ്തിട്ടില്ല. ഈ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും മോദിയുടെ ഗ്യാരണ്ടി ഒക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊക്കെ എന്താ തോന്നുന്നത്? മോഡി എന്ന് വെച്ചാൽ വാഗ്ദാനം പലതും പറയും, പക്ഷെ ഒന്നും നടപ്പിലാക്കുകയില്ല, ജനങ്ങൾ കയ്യിലെത്തുന്നുമില്ല. വാഗ്ദാനങ്ങൾ പലതും ആണ്. ഇപ്പം എന്ന് വെച്ചാൽ പിന്നെ ആദ്യം പറഞ്ഞ ഗ്യാസിന് സബ്സിഡി ആയിരിക്കാം കിട്ടിയിട്ടുള്ളത്, പാവപ്പെട്ട ജനങ്ങൾക്കായിരിക്കാം കിട്ടിയ. ചേച്ചി അത് ഏകദേശം ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കുന്ന ടൈമാണ്. ഇന്നത്തെ ജോലി ഇല്ല, അതിനില്ല, ഇത് തീർന്നാലേ ആവും. ഇത് എത്ര എണ്ണം ഉണ്ട്? 150 അല്ലേ? ചേച്ചി എത്ര വർഷമായിട്ട് പണിയെടുക്കുന്നുണ്ട്? ഞാൻ 29 കൊല്ലായി. ഒരു ദിവസം എത്ര വീഡിയോ എടുക്കും? ഒരു ദിവസം എനിക്ക് 650. അത് കംപ്ലീറ്റ് ആക്കും. എങ്ങനെ ഇഷ്ടമാണ് ഈ ജോലി? അതിലങ്ങ് ഇഷ്ടപ്പെട്ടു പോയോ? അത് ഇതിപ്പോ നമ്മളെ തൊഴിലല്ലേ, ചെറുതിലേ പഠിച്ച്. ഇനിയിപ്പോ എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഒരു സമയമാണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ആ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇവിടുത്തെ മത്സരത്തെ എങ്ങനെയാ കാണുന്നത്? വടകരയിലെ അല്ല 100% ശൈല ടീച്ചർ, ഷാഫി പറമ്പിലാണ് മറുവശത്ത് നിൽക്കുന്നത്. അതിലൊരു ആശങ്ക വരുന്നുണ്ടോ? ഒരിക്കലും ഈ ഷാഫി പറമ്പിൽ ഇവിടെ വന്നപ്പോ വലിയ ജനക്കൂട്ടമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല സ്വീകരണത്തിനൊക്കെ. ഇല്ല, കണ്ടിട്ടില്ല. അവര് പറയുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടല്ലോ അങ്ങനെ. പക്ഷെ ടീച്ചർ മറുപടി കൊടുത്തു. ടീച്ചറിന്റെ എല്ലാ ഇടങ്ങളിലും വലിയ ജനം ഉണ്ടായിരുന്നു അല്ലേ? ടീച്ചർ എല്ലാ പരിപാടിക്കും നമ്മൾ പോയതാ, എല്ലായിടത്തും പോയിരുന്നു. ഷാഫി പറമ്പില്ല കണ്ടിട്ടേ ഇല്ല. ഈ രാഷ്ട്രീയ പ്രവർത്തനം, ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്ക് ടീച്ചറെ വ്യക്തിപരമായിട്ടൊക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധപ്പെട്ടോ? എന്താ അവർക്കുള്ളൊരു മറുപടി? ഇല്ല, അതൊന്നും ചെവി കൊടുക്കാതിരിക്കുക, അത്രയും. എന്താ പേരെന്താ? ബീന. എത്ര കൊല്ലമായി ഇത് തുടങ്ങിയിട്ട്? 38 കൊല്ലമായി. എല്ലാവരും 30-35 വീടിലാണ്. ഇപ്പൊ ഒരു ദിവസം എത്ര ബീഡി ഉണ്ടാക്കും, തിരക്കും? 900 ബീഡി തിരക്കും അല്ലേ? ഇപ്പൊ ഈ ഒരു വർക്കിനോട് അങ്ങ് യൂസ്ഡ് ആയി അല്ലേ? പിന്നെ ഇലക്ഷൻ വർക്കൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. അപ്പൊ ഇനി ശൈല ടീച്ചർ മത്സരിക്കാൻ വേണ്ടി വരുമ്പോ എന്താണ് ഒരു പ്രതീക്ഷ എന്താണ് മനസ്സിലുള്ളത്? പ്രതീക്ഷ പൗരത്വ ബില്ലിനെ പറ്റിയിട്ട് അത് ഇല്ലാതാകണം, അതാണ് നമ്മളെ കൂടുതലായിട്ടുള്ള പ്രതീക്ഷ. പിന്നെ ടീച്ചറാകുമ്പോൾ പാർലമെൻറ്റിലൊന്ന് സംസാരിക്കാനും എല്ലാം ടീച്ചർക്ക് നല്ല.
ഇപ്പോൾ ഈ പൗരത്വ ബില്ലിനെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ അതിനെക്കുറിച്ച് കോൺഗ്രസ്സുകാരും അഭിപ്രായം പറയേണ്ടതാണ്, അതിനെ എതിർക്കേണ്ടതാണ്. പക്ഷേ അവരുടെ ഭാഗത്ത് നമ്മൾ അങ്ങനെയൊന്നും കാണുന്നില്ല. എന്താണ് ആ ഒരു നിലപാടിന് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ സമീപനത്തെ എങ്ങനെയാണ് കാണുന്നത്? പ്രതിപക്ഷം എല്ലാം മുട്ടാമൂളൻ്റോട്ട് ഇങ്ങനെ നിൽക്കാന്നല്ലാണ്ട് ഓർക്കൊന്നും പറയാനുമില്ല. ഓരെല്ലാം BJPൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ള കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും പറഞ്ഞു കാണുന്നില്ല, പക്ഷേ സംസ്ഥാന സർക്കാരിനെതിരെ പറയാൻ വലിയ നാവുണ്ട്. ഓർക്ക് എതിരായിട്ട് കോൺഗ്രസിന് എതിരായിട്ട് CPM തന്നെയല്ലേ ഉള്ളത്. കോൺഗ്രസ് എന്നുള്ള ആൾ തികച്ചും BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണോ കോൺഗ്രസ്സുകാർ BJP എതിർക്കാൻ മടിക്കുന്നത്? ഇന്ന് പറഞ്ഞ ആള് നാളെ BJPയിൽ എത്തേണ്ട ആളാണ്. അതുകൊണ്ടാണ് ഓരോന്നും പറയാം. അപ്പോൾ അവരുടെ മുഖത്ത് നോക്കാൻ പ്രശ്നമില്ല. നാളെ ഞാൻ പോകേണ്ട വീടാണല്ലോ പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഓർ പോകാത്തത്. അപ്പോൾ ഇവിടുത്തെ ടീച്ചർ ഭൂരിപക്ഷം എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? ഭൂരിപക്ഷം നമ്മൾ നല്ല പ്രതീക്ഷയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ടീച്ചർക്ക് തന്നെയാണ്. അതിലൊരു സംശയം വേണ്ട, സംശയമില്ല. വോട്ടെണ്ണി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കാണാൻ ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് ഒരു കൈ തരാൻ വേണ്ടി വരുന്നുണ്ട്. എന്നാലും അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും പോകാല്ലേ, കാരണം വടകര മണ്ഡലത്തിൽ ഇനി ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട്, ഒരുപാട് പേരുണ്ട്, എല്ലാവരും കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ മണ്ഡലത്തിലെ യാത്ര ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. മലബാറിലൂടെ പ്രത്യേകിച്ച് തലശ്ശേരിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മാളിയേക്കൽ തറവാടിൽ കയറാതെ പോകാൻ കഴിയില്ല. ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു തറവാട് കൂടിയാണ്. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഇത്തവണയും ടീച്ചർ വന്നിരുന്നു. ടീച്ചറിന്റെ പാട്ടും പാടിയാണ് പതിവ് പോലെ സ്വീകരിച്ചത്. ഇത്തവണ ആ പാട്ട് പാടി ടീച്ചറെ ജയിപ്പിക്കാൻ ഉറച്ചിട്ട് തന്നെയാണ് അവരുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാട്ടും പാടി ടീച്ചർ ജയിക്കുമ്പോൾ വടകര എന്നാലും നമ്മൾ വന്ന വെറുതെ ആയില്ല, എല്ലാവരും ഉണ്ട്. അവരിങ്ങനെ മ്യൂസിക് തന്നെയാണ്. അതെ അതെ. ഞങ്ങൾ വോട്ട് ഓൺ വീൽസ് പരിപാടി ഇങ്ങനെ ഇലക്ഷൻ പ്രോഗ്രാമായിട്ട് ഇറങ്ങിയതാണ്. തലശ്ശേരി വരുമ്പോൾ നിങ്ങളെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു. സന്തോഷം, എല്ലാവരും വളരെ ഉഷാറായിരിക്കുന്നു. എങ്ങനെ പോകുന്നു ഇലക്ഷനൊക്കെ? ഇലക്ഷൻ വളരെ ഗംഭീരമായിട്ട് പോകുന്നു. എല്ലാവരും പ്രചരണ രംഗത്താണ്, സജീവമായ പ്രചരണ രംഗത്താണ് എല്ലാവരും ഉള്ളത്. ഉഷാറാണപ്പോൾ? ഗംഭീരം. എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എന്താ പറയാനുള്ള എല്ലാവർക്കും? ടീച്ചറെ നമ്മൾ വിജയിപ്പിച്ചിട്ടേ വിടുള്ളൂ. ഞാൻ നേരത്തെ ഒരു വീഡിയോ കണ്ടിരുന്നു, ടീച്ചർ വന്നപ്പോൾ പാട്ടുപാടി സ്വീകരിക്കുന്നത്. പാട്ടും പാടി ജയിക്കുന്നാണ് പറയുന്നത്. തീർച്ചയായും തീർച്ചയായും ടീച്ചറെ പുഷ്പം പോലെ ജയിക്കും. ആണല്ലേ? എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? നമ്മൾ ജയിപ്പിക്കും. ടീച്ചറെ ഇപ്പം വൈകുന്നേരം വരെ ടീച്ചർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടേ ഞാൻ വരുന്നത്. ആണല്ലേ? എങ്ങനെയുണ്ട് നാട്ടുകാരുടെ റെസ്പോൺസ്? നല്ല റെസ്പോൺസാ. ഷാഫി വന്നൊരു വിഷയമല്ല. ഏയ് ഷാഫി എന്ത്, ഒന്നുമല്ല. എന്താ ഇവിടുന്നോ വന്ന ഒരാള് ഇവിടെ വന്നിട്ട് ഇതാക്കുന്നോണ്ട് പിന്നെ അതൊന്നും ഒരു നമ്മളെ തലശ്ശേരിക്കാർക്ക് ഒരു ബാധകയല്ല. ടീച്ചർ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പിന്നെ കൊറോണ സമയത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറെ ഉപകാരവും ചെയ്ത ടീച്ചറാണ്. മറക്കാൻ കഴിയില്ല നമുക്ക് ടീച്ചറാ. അത്രക്കും ഉപകാരം ചെയ്തിന്, പറയാനാവാത്ത അത്ര ഉപകാരം. ടീച്ചർ എന്നല്ല, ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷമാണ് വരേണ്ടതെന്ന എല്ലാവർക്കും ഈ ജനങ്ങളെ മൊത്തത്തിലൊരു ആഗ്രഹം. കേരളത്തിൽ ഇടതുപക്ഷം വരണം. കണ്ടിരുന്നല്ലോ പഴയ MP-മാർ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തത്. ഇപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഇവിടുന്ന് പോയ എല്ലാ MP-മാരും കേരളത്തിനെതിരെ ഒരു ശബ്ദമുയർത്താനോ ഒന്നിനും ഇല്ലാതെ വെറുതെ കേരളത്തിന് വിമർശിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾ കണ്ടതാണ്. അപ്പോൾ ടീച്ചർ എന്നല്ല ആര് നിന്നാലും കേരളം ഒട്ടായ ഇടതുപക്ഷം മാത്രമേ വിജയിക്കൂ. ടീച്ചറെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടിയില്ല. ഓരോ കുട്ടികൾക്കും അറിയാം, ചെറിയ കുട്ടികൾക്ക് മക്കൾക്ക് വരെ അറിയാം ടീച്ചറെ പറ്റിയിട്ടുണ്ട്. വളരുന്ന കുട്ടികൾക്ക് പോലും അതിനെപ്പറ്റി അറിയാം, ടീച്ചർ ചെയ്ത ഓരോ കാരുണ്യ പ്രവർത്തനവും ഇതുമല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇത് എന്താ പറയുക, അഡ്വർടൈസ്മെൻറ്റ് ഒന്നും വേണ്ടി വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ഈ പിണറായി ഗവൺമെൻറ് ഉള്ളിടത്തോളം കാലം നമ്മൾ സുരക്ഷിതരായിരിക്കും എന്നുള്ളൊരു ബോധം നമുക്ക് വന്നിട്ടുണ്ട്. വളരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു വന്നിട്ടുണ്ട്. അത് എല്ലാ കാലങ്ങളിലും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നമ്മളെ തലശ്ശേരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ തലശ്ശേരി ലഹള വന്ന സമയത്തും നമ്മുടെ പിന്നെ ഗവൺമെൻറ്റാണ് അതിനെ ഇവിടെ നല്ല രീതിയിൽ അതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ഇതുമെല്ലാം നിന്ന് രണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളെയും സംരക്ഷണം നൽകിയത് പിണറായിയുടെ നേതൃത്വത്തിൽ. ഈ വീട്ടിൽ ഏറ്റവും സുരക്ഷിതമായിരുന്ന പ്രദേശമാണിത്. കാരണം പാർട്ടി ഓഫീസ് ഇവിടെയാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും വർത്തമാനം പറഞ്ഞില്ല. സാധാരണ മാളിയേക്കൽ വരുമ്പം ഏറ്റവും നമ്മൾ ആകാംക്ഷയുടെ കാത്തിരിക്കും നിങ്ങളുടെ പാട്ട് കേൾക്കാനാണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടുമോ? തീർച്ചയായും. ഞങ്ങൾ ഒരുക്കങ്ങൾ, ഞങ്ങളുടെ മ്യൂസീഷ്യൻസ് ഇല്ല, ഒരുക്കങ്ങൾ വലിയ രീതിയിലൊന്നും നടത്തി. നോമ്പിന്റെ സമയമായതുകൊണ്ട്. പക്ഷെ ഞങ്ങൾ ഈ കാലങ്ങളായിട്ട് ഇത് ഇപ്പോഴൊന്നല്ല, വളരെ വർഷങ്ങളൊക്കെ 10-40 വർഷമായിട്ട് ഇത് പാടിക്കൊണ്ടിരിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് മാത്രം. ഇപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഇതുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ടീച്ചറെ സ്വീകരിച്ചത് പാട്ട് പാടിക്കൊണ്ടാണ്. കേരളത്തിൻ ടീച്ചറമ്മയ്ക്ക് സ്വാഗതമരുളുന്നേ, മാളിയേക്കൽ തറവാട് സ്വാഗതമരുളുന്നേ, ഓരോരോ വോട്ടും നൽകും
കുട്ടികൾ രക്തമേകിയ മണ്ണിലെ ചിഹ്നത്തെ നോക്കൂ. എന്തു നിറമാണെന്തു രസമാണെന്തു സുന്ദരമാണ് നോക്കൂ. പുന്നരിവാൾ ചുറ്റികയിൽ രക്തനക്ഷത്രം കിടപ്പു. പൊന്നുമല്ലത് പൊന്നിനേക്കാൾ എത്രയോ വിലയുള്ള ചിഹ്നം. മനുഷ്യനെ മതമായി കാണും ഭരണമേ, ഈ മണ്ണിൽ നിന്നും ഞങ്ങൾ തൂത്തെറിയും. മനുഷ്യനെ മതമായി കാണും ഭരണമേ, ഈ മണ്ണിൽ നിന്നും ഞങ്ങൾ തൂത്തെറിയും. കൈയുയർത്തി കൈയുയർത്തി നമ്മളൊരു ശബ്ദമാകണം, ഈ നാടിൻ കരുത്തുറ്റ ശബ്ദമാകണം. യാത്രക്കിടയിൽ ഏറ്റവും മനോഹരമായ ഒരു സന്ധ്യ നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ള ഏറ്റവും സുന്ദരമായ ഒരു അന്തരീക്ഷം ഒരുക്കി തന്നു ഇവരുന്നത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി പോയാലോ? തീർച്ചയായും വടകരയുടെ ഉമ്മ പാടി പരിപാടിയില്ല. അപ്പൊ നമുക്ക് പോവാം. ഇവര് പാട്ടിന്റെ കൂടെ നമുക്ക് പോവാം.